ഹലോ ഗൈസ്, അജ്മൽ അമീറിൻ്റെ ചാറ്റ് ഓരോ ദിവസവും ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ പല വാർത്താ ചാനലുകളുടെയും ഒരു കണ്ടൻറ്റ് അജ്മൽ അമീറിൻ്റെ ചാറ്റാണ്. അതായത് അജ്മൽ അമീർ മെസ്സേജ് അയച്ചു, അജ്മൽ അമീർ ഹോട്ടലിലേക്ക് വിളിച്ചു, അജ്മൽ അമീർ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്തു, അജ്മൽ അമീറിൻ്റെ വോയിസ് പുറത്ത്, ഇങ്ങനെയൊക്കെ സംഗതികൾ. ഇവരെന്താ ആരും കംപ്ലയിൻറ്റ് കൊടുക്കാത്തതാണ് മനസ്സിലാവാത്തത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പര് അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് പോകാലോ. ഒരു അജ്മൽ അമീർ AI ആണ് ഇതൊക്കെ ചെയ്തത്, ഞാനല്ല. AI ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് ആർക്കെതിരെയും എന്ത് വേണമെങ്കിലും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് കുരു പൊട്ടിയിട്ട് തോന്നുന്നു പല ആളുകളും, അല്ല ചെങ്ങായി തന്നെയാണ് ചെയ്തത് എന്ന ലെവലിൽ കുറേ തെളിവായിട്ട് വരണത്. അപ്പോഴെൻ്റെ സംശയം എന്താണ്, വൈ നോ കംപ്ലയിൻറ്റ് കൊടുക്കുക, അപ്പോൾ അതിൻ്റെ ഒരു സംഗതി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന പലതരത്തിലുള്ള കമൻറ്റുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ ന്യൂസ് ചാനൽസിൻ്റെ പല ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകൾ. അതെന്താണ്, നിങ്ങൾ ഈ കുൽസിതം നല്ല വൈറലാവും എന്നതുകൊണ്ടാണോ ഈ ന്യൂസ് ഇടുന്നത്? എന്തുകൊണ്ടാണ് കംപ്ലയിൻറ്റ് വരാത്തത്? അതേപോലെ തന്നെ ഇത് മൂപ്പരങ്ങനെ മെസ്സേജ് അയച്ചു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എന്താണ് പ്രശ്നം? അതായത് ഹായ് ആർ യു ദേർ, വീണ്ടും ആർ യു ദേർ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇട്ടിട്ടാണ് ഇവർ പോസ്റ്റ് ഇടണത്. ഒരു പോസ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ എന്താ ഹായ് ആർ യു തീർന്നൊന്ന് ഇൻസ്റ്റഗ്രാമിൽ അയക്കാൻ പാടൂലേ എന്നൊരു സംഗതി. അതെങ്ങനെയാണ് കുൽസിത ചാറ്റ് ആവണത്? ഇനിയിപ്പോൾ അഥവാ അങ്ങനെ കുൽസിത ചാറ്റ് ആണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇതിപ്പോൾ എത്ര ആളുകളുടെ ഇങ്ങനെ പുറത്ത് വരും. ഇൻസ്റ്റഗ്രാമിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്ലേ. അത് പറഞ്ഞപ്പോഴാണ് AJP അലിൻ ജോസ് പെരേര മാന്യനാണ് എന്നുള്ള രീതിയിൽ ഒരുത്തി മുമ്പ് ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടത്. അത് അലിൻ ജോസ് പെരേര, ഹായ് എൻ്റെ പേര് അലിൻ ജോസ് പെരേര, ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന രീതിയിലൊരു വോയിസ്. ആ വോയിസിന് ഇവർ ഇല്ല എന്ന് മറുപടി കൊടുത്തപ്പോൾ പിന്നെ മൂപ്പരെ ശല്യമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന്. അപ്പോൾ നമ്മളൊരു കാര്യം പറയട്ടെ ഗൈസ്, ഒരാൾ എങ്ങനെ നമ്മളോട് ഇടപഴകുന്നു, എന്ത് മെസ്സേജ് അയക്കുന്നു എന്നൊരു സംഗതി, അത് എന്താണ് കണ്ടൻറ്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് കുൽസിതമാണോ അതോ വേറെ എന്തെങ്കിലും പ്രൊഫഷണലായ രീതിയിൽ അവർ സമീപിക്കുകയാണോ അതോ ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ സമീപിക്കുന്നതാണോ എന്നൊക്കെ എങ്ങനെ നമ്മൾ കൺഫേം ചെയ്യുക? അത് കണ്ടൻറ്റ് വെച്ചിട്ടല്ലേ. അല്ലാണ്ട് ഹായ് ആർ യു ദേർ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് കുൽസിതമാണ് നിങ്ങളെങ്ങനെ ഉറപ്പിക്കണത്? അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അയാൾ ആർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും അത് അവർക്ക് വന്ന് പറഞ്ഞോടാ എനിക്കും മെസ്സേജ് അയച്ചു എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര ആൾക്കാർ കുടുങ്ങും? അതാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഒരാൾ മെസ്സേജ് അയച്ചു, അത് ഏത് രീതിയിലുള്ള മെസ്സേജാണെന്ന് കൃത്യമായ ധാരണ വെച്ചിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും കൺവിൻസിങ് ആയ ഒരു സംഗതിയായിരിക്കും. നമ്മൾ എത്ര പേർക്ക് മെസ്സേജ് അയക്കണ്, ആണുങ്ങൾക്കും, ആണുങ്ങൾ പെണ്ണുങ്ങൾക്കും, പെണ്ണുങ്ങൾ ആണുങ്ങൾക്കും, പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്കും ഒക്കെ. പിന്നെ ഈ ആണും പെണ്ണും മാത്രമാണോ കുൽസിതം ഉള്ളത്? അതല്ലാണ്ട് പെണ്ണും തമ്മിലൊക്കെ കുൽസിതങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ലെസ്ബിയൻ റിലേഷൻഷിപ്പുകളും ഡേറ്റിങ്ങും ഒക്കെ അല്ലേ, ആണുങ്ങളും തമ്മിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ആർക്കും എതിരും ആരോടും മെസ്സേജ് അയക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയിലാവുമോ? അതായത് എപ്പോൾ വേണമെങ്കിൽ നാട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള എനിക്കും ചാറ്റ് ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലേ പണി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരണത്, ഇത് നാളെ ഇപ്പോൾ നിങ്ങൾക്കും വരാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റോറിക്ക് നിങ്ങൾ റിപ്ലൈ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റിന് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ ഒരാൾക്ക് പറയാൻ എളുപ്പമാണ് എന്നതാണ് ഗൈസ് എൻ്റെ പോയിൻറ്റ്. അല്ലാണ്ട് അജ്മൽ അമീറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നൊരു സംഗതിയുണ്ട്. അതാണ് ഇവിടുത്തെ പോയിൻ്റ്. അപ്പോൾ അജ്മൽ അമീർ ഇപ്പോൾ ഒരു 10 പേരുടെ അടുത്ത് കുൽസിത ചാറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. ഈ 11ാമത്തെ ആളുടെ അടുത്തും കുൽസിതം തന്നെയാണ് ചാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ഹായ് ആർ യു ദേർ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കുൽസിതമാണെന്ന് ഉറപ്പിക്കണത്? അപ്പോൾ ഒരാൾ എന്താ പറയുക, അയാൾ 10 പേരോട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതുകൊണ്ട് അയാൾ മൊത്തം ആരോട് സംസാരിച്ചാലും ആ ഉദ്ദേശം വെച്ചിട്ടാണ് എന്നാണ് നമ്മുടെ പോയിൻ്റ്. എനിക്ക് മനസ്സിലാവണില്ല ഇവിടെ എന്താ ലോജിക്ക് എന്നൊരു സാധനമൊന്നും ഇല്ലേ. പിന്നെ മലയാളികൾക്കിടയിലാണ് തോന്നുന്നു ഗൈസ് ഇതിങ്ങനെ വലിയ വിഷയമായിട്ടുള്ളത്. നമ്മൾ ഈ വെസ്റ്റേൺ ലോകത്തെ പല ആളുകളും എന്താ പറയുക അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഫ്രീഡമാണ് അവിടെ എന്താ പറയുക, അവരുടെ ചോയ്സാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പച്ചയ്ക്ക് ഹോട്ടലിലേക്ക് വരുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പല ആളുകളും അതൊരു മോഡേൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ ചോദിക്കണേ കൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് നോ എന്നാണെങ്കിൽ നമുക്ക് നോ എന്ന് പറയാം, അതിനിപ്പോൾ എന്താ പ്രശ്നം എന്നിട്ട് അങ്ങനെ കാഷ്വലായി എടുക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേസ്. പക്ഷെ മറിച്ച് ഒരാളുടെ
വ്യക്തിത്വത്തിന് മേലെ അയാളുടെ താല്പര്യമില്ലാത്ത രീതിയിൽ നെഗറ്റീവായിട്ട് മെസ്സേജ് അയക്കുക, സെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സെഡ്യൂസ് ചെയ്യാന്നല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, സ്റ്റോക്ക് ചെയ്യുക ഒക്കെ ആണെങ്കിൽ അതൊരു വേറെ രീതിയിലേക്ക് പോകും. അതിന് പണിഷ്മെൻറ്റും സംഗതികളൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ അജ്മൽ അമീറിനെതിരെ ഇങ്ങനെ പോസ്റ്റുകൾ വരുമ്പോൾ എല്ലാം അങ്ങനെ ഈ ഒരു സ്റ്റോക്കിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക കുൽസിതോ ആയിട്ട് എനിക്കത് കണ്ടപ്പോൾ പലതും തോന്നിയിട്ടില്ല ഗൈസ്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ വൈറലാവാൻ വേണ്ടിയിട്ട് പല ആളുകളും ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട് ഗൈസ്. അജ്മൽ അമീറിൻ്റെ കുൽസിത ചാറ്റ് അല്ലെങ്കിൽ ഇന്ന ആളുടെ കുൽസിത ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇത് കാണാനും കേൾക്കാനും ഭയങ്കര താല്പര്യം തോന്നും. പ്രത്യേകിച്ച് മലയാളം ബ്ലോഗേഴ്സ് പലരും ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നു തോന്നുന്നത് ഗൈസ്. ഭാര്യയ്ക്ക് എക്സ്ട്രാ റിലേഷൻഷിപ്പ്, ഭർത്താവിന് വേറെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കാമുകിക്ക് വേറെ റിലേഷൻഷിപ്പ്, കാമുകന് വേറെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ചോദിച്ചു, നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അങ്ങനെ. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക ഗൈസ്, ഇപ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഒരാളോട് ജെന്യൂനായിട്ട് ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ ചെയ്താണെങ്കിലോ, അയാൾ ചിലപ്പോൾ 10 പേരത്തെ കുളിച്ചായിട്ടാണ് ചെയ്തിട്ടുണ്ടാവും. 11ാമത്തെ ആളുടെ ജെന്യൂനായി ഇഷ്ടം കൊണ്ട് പ്രപ്പോസ് ചെയ്താണെങ്കിലോ, അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് വേണമെങ്കിൽ എന്നോടും കുളിച്ചതും കാണിച്ചു പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ അജ്മൽ അമീറിനെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തോടെ. അപ്പോൾ അത് മീഡിയക്കാരിങ്ങനെ കണ്ടൻറ്റാക്കി മാറ്റും. അജ്മൽ അമീറിൻ്റെ പുതിയ കുൽസിത ചാറ്റ് പുറത്ത് എന്നൊക്കെ വന്നിട്ട് എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്.